blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇതിൻ്റെ പിന്നിൽ, ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇത് സാധ്യമാക്കി തീർത്ത സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കറ്റാനത്ത് നിന്നുള്ള വർഗീസ് കുര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന കർത്താവ്, ഞങ്ങൾ ചേർന്ന് തന്നെ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവെ, ജോലിയിലുള്ള അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ. മാത്രമല്ല കർത്താവെ, വളരെ യോജിച്ച ഒരു ജീവിത പങ്കാളിയെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പള്ളുരുത്തിൽ നിന്നുള്ള സരളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ എല്ലാ കടബാധ്യതകളും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകേണ്ടതിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള ജയസ്മിക്കും ധനസ്മിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. വളരെ ശോഭനമായൊരു ഭാവി കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലുവയിൽ നിന്നുള്ള ഷൈനി സോമന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ അമ്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കിടപ്പിലായിരിക്കുന്ന ആ സഹോദരിയെ പൂർണ്ണമായും അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. കർത്താവെ, ഈ 4 പേരെയും അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിച്ച് ഇന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം മെയ് 27 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കൊല്ലം. When Abraham was called by the Lord, ദൈവത്താൽ അബ്രഹാം വിളിക്കപ്പെട്ടപ്പോൾ he was in a very bad situation. അദ്ദേഹം വളരെ ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു. His family was a cursed family. അദ്ദേഹത്തിന്റെ കുടുംബം ശാപത്തിൻ കീഴിലുള്ള ഒരു കുടുംബമായിരുന്നു. And they had a lot of challenges. എന്ന് മാത്രമല്ല, ഒത്തിരി വെല്ലുവിളികളിലൂടെ കടന്നുപോയിരുന്നു. When you read Genesis chapter 12, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നാം വായിച്ചാൽ, God specially commanded Abraham to come out of his family background, his people, his father's house, his whole household, his country. ദൈവം അബ്രഹാമിനോട് വളരെ പ്രത്യേകമായ ഒരു നിർദ്ദേശം നൽകുകയാണ്. തൻ്റെ കുടുംബ പശ്ചാത്തലത്തോടും തൻ്റെ കുടുംബാംഗങ്ങളോടും തൻ്റെ പിതൃഭവനത്തോടും ചാർച്ചക്കാരൊന്നും വിട്ട് പിരിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ താൻ ആവശ്യപ്പെടുകയാണ്. Because God had a great plan for his life. കാരണം ദൈവത്തിന് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് മഹത്തായ ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. Brothers and sisters, can I tell you something? സഹോദരന്മാരെ, സഹോദരിമാരെ, ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയട്ടെ. Tonight when you sit here, I want to tell you that God has a great plan for your life. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചില വലിയ പദ്ധതികളുണ്ട്. Now, this Abraham was willing to obey God. ഈ അബ്രഹാം ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായിരുന്നു. And God's plan for him was to make him a nation. ദൈവത്തിന് അവനെ കുറിച്ചുള്ള പദ്ധതി എന്നുള്ളത് ഒരു വലിയ രാജ്യമാക്കി അവനെ തീർക്കുക എന്നുള്ളതായിരുന്നു. Okay, if he had continued his father's path, Terah's path, he would have been an unknown person in history. ഓർക്കുക, അദ്ദേഹം തന്റെ പിതാവിന്റെ വഴി തന്നെ പിന്തുടർന്നെങ്കിൽ അദ്ദേഹം ഇന്നും ആരാലും അറിയപ്പെടാത്ത ഒരു വ്യക്തിയായി മാറിപ്പോയേനെ. Because he obeyed the Lord. എന്നാൽ അദ്ദേഹം ദൈവത്തെ അനുസരിച്ച നിമിത്തമായി World over, in all generations, this name Abraham is so famous. ഇന്ന് ലോകമെമ്പാടും അബ്രഹാം എന്നുള്ള പേര് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പേരാണ്.
അതുകൊണ്ടാണ്. Why? Because he was willing to cut all the stay wires from his past and he was willing to go to the goal God has set for him. എന്നാൽ അതിന്റെ കാരണം എന്നുള്ളത് അബ്രഹാം തന്നെ പിറകിലേക്ക് വലിച്ചു നിർത്തുന്ന ആ സ്റ്റേ വയറുകൾ മുറിച്ചു മാറ്റിയിട്ട് ഇനി വരാൻ പോകുന്ന ദൈവത്തിന്റെ മഹത്വത്തിന്റെ കാര്യങ്ങളിലേക്ക് പോകുവാനുള്ള തീരുമാനം എടുത്തതാണ് അവൻ ഇത്രത്തോളം പ്രസിദ്ധനാക്കിയത്. Hallelujah. ഹല്ലേലൂയ. You know the story of Joseph. നിങ്ങൾക്ക് യോസഫിന്റെ കഥ അറിയാമോ? From his own brothers, he had a lot of bad experience. തന്റെ സ്വന്തം സഹോദരന്മാരാൽ തന്നെ ഒത്തിരി വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടായ വ്യക്തിയാണ്. Many of you sitting here, ഇവിടെ ഇരിക്കുന്ന പല ആളുകളും you had bad experiences not from outside, not from the neighbor, not from your cousins, but from your own family. പുറത്തു നിന്നല്ല, കസിൻസിൽ നിന്നല്ല, മറ്റു വെളിയിൽ നിന്നല്ല, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രക്തബന്ധത്തിനകത്ത് നിന്ന് തന്നെ വേദനിപ്പിക്കുന്ന പല അനുഭവങ്ങളുള്ള പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്. I have a news for you. എന്നാൽ എനിക്ക് നിങ്ങളോടൊരു വാർത്തയുണ്ട്. The depth of your past determines the height of your future. ഓർക്കുക, നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിന്റെ ആഴമാണ് നിങ്ങളുടെ വരുവാൻ പോകുന്ന ഭാവികാല ജീവിതത്തിന്റെ ഉന്നതി നിർണയിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. So if you had a lot of miseries and troubles in your past, that means your future will be going higher and higher. കഴിഞ്ഞ കാല ജീവിതത്തിൽ വളരെ വേദനാ നിർഭരമായിട്ടുള്ള താറുമാറായി കിടക്കുന്ന വലിയ പ്രശ്നങ്ങളിലൂടെ ആഴത്തിലേക്ക് കടന്നുപോയവരാണ് നിങ്ങളെങ്കിൽ ഇനി വരുവാൻ പോകുന്ന ഭാവി ജീവിതത്തിൽ അതുപോലെ തന്നെ ഉയർന്ന സ്ഥിതിയിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോകുവാൻ പ്രത്യാശയുള്ളവരാണ് നിങ്ങൾ എന്നുള്ളത്. Among all the 12 sons of Jacob, Joseph was the only guy who had to go through such sufferings. ഓർക്കുക, യാക്കോബിന്റെ 12 പുത്രന്മാരിൽ യോസഫ് മാത്രമായിരുന്നു ഇത്തരം വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയത്. Or can I also add something? എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ചേർന്ന് പറഞ്ഞോട്ടെ. Only he became the prime minister of the nation. എന്നാൽ അവൻ മാത്രമായിരുന്നു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററായി മാറിയത്. Not Reuben or Judah or Naphtali or any other brother. രൂബേനോ ജൂഡായോ നഫ്താലിയോ ആരും ആ ഉന്നത സ്ഥിതിയിലെത്തിയില്ല. Brother, sister, if you have gone through more miseries than your siblings or friends or in-laws or outlaws, let me tell you, let me prophesy over you, God has greater plan for your future. സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം സഹോദരന്മാരിൽ നിന്ന് ഇതുപോലെ വലിയ വേദനയുടെ വലിയ പ്രശ്നങ്ങളുടെ പടുകുഴിക്കകത്ത് നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർക്കുക, യേശു കർത്താവ് നിങ്ങളെ അവിടെ നിന്ന് ഉയർത്തി നിങ്ങളെയാണ് അവിടെ നിന്ന് ഉന്നത സ്ഥാനത്ത് എത്തിക്കുവാനായി പോകുന്നത്. Whenever I read the story of Joseph, I shed tears. എപ്പോഴൊക്കെ യോസഫിന്റെ കഥ വായിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. Because there are some parallel lines we can see from his life and from our life. ഇത് കാണുമ്പോൾ അവൻ്റെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ചില സമാന്തര രേഖകൾ നമുക്ക് കാണാൻ സാധിക്കും. When we reach Genesis chapter 41, ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ verses 50 and 51, 52. 50, 51, 52. He went through a lot. 13 years he was in jail and he had never sinned. ഓർക്കുക, 13 വർഷം 13 വർഷം അദ്ദേഹം ഒരു പാപവും ചെയ്യാതെ ജയിലിൽ കിടക്കുകയാണ്. He was misunderstood and mistreated. അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെടുകയും അതുപോലെ തന്നെ അവഗണിക്കപ്പെട്ടവനായി തീരുകയും Are ചെയ്തു. you such a person? നിങ്ങൾ അതുപോലുള്ള ഒരു വ്യക്തിയാണോ? I'm here to tell you that days are coming when the Lord is going to honor you. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്, ദൈവം നിങ്ങളെ മാനിക്കുന്ന ദിവസങ്ങൾ വരുന്നുണ്ട്. Let me tell you, even when he became the prime minister of the nation, he had the hurts inside. ഓർക്കുക, ഇപ്പോൾ അദ്ദേഹം രാജ്യത്തിന്റെ വലിയ പ്രധാനമന്ത്രി ആയിട്ട് പോലും തന്റെ ഹൃദയത്തിനകത്ത് വേദനകൾ Even നിൽക്കുകയാണ്. when he was sitting on the throne, he would remember his boyhood days. താൻ ഇപ്പോഴും സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും തന്റെ ബോയ്ഹുഡ് ഡേയ്സ്, അന്നത്തെ കാലഘട്ടങ്ങൾ താൻ ചിന്തിച്ചു I'm കൊണ്ടിരിക്കുകയാണ്. not able to receive the love of my daddy and mom. എന്റെ പിതാവിന്റെ മാതാവിന്റെ സ്നേഹം എനിക്ക് ലഭിച്ചില്ലല്ലോ. I could not be in my house. എന്റെ വീട്ടിൽ ഞാൻ വളർത്തപ്പെട്ടില്ലല്ലോ.
I am living like an orphan, but I have a great family out there. എന്നാൽ ഞാൻ ഒരു അനാഥനായി വളർത്തപ്പെട്ടുവെങ്കിലും എനിക്ക് പുറത്തൊരു വലിയ കുടുംബമുണ്ട്. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? Even when he was honored and even when he was in position and power, he had the hurt feelings inside. ഓർക്കുക, ഇന്ന് അദ്ദേഹം വളരെ മാന്യതനായിട്ടും വലിയ പൊസിഷനിലേക്ക്, വലിയ ഔദ്യോഗിക രംഗങ്ങളിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടിട്ട് പോലും കഴിഞ്ഞ കാല ജീവിതത്തിലെ വേദനകൾ ഇപ്പോഴും തന്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. But there comes a wonderful thing in chapter 41 verse number 50. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വചനത്തിൽ വരുമ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം കാണാൻ സാധിക്കും. And I believe that the same thing is going to happen in your life these days. ഞാൻ വിശ്വസിക്കുന്ന ഇതേ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. Let us read that. നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. Before the years of famine came, 2 sons were born to Joseph by Asenath, daughter of Potiphera, priest of On. ക്ഷാമകാലം വരുന്നതിന് മുൻപ് യോസഫിന് ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസ്നത്തിൽ 2 പുത്രന്മാർ ജനിച്ചു. Hello. 2 boys were born to him. 2 പുത്രന്മാർ ജനിച്ചു. 51. Joseph named his firstborn Manasseh and said, "It's because God has made me forget all my trouble and my father's household." എൻ്റെ സകല കഷ്ടതയും എൻ്റെ പ്രതിഭവനത്തെ മറക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് യോസഫ് തൻ്റെ ആദ്യ ജാതന് മനശ്ശെ എന്ന് പേരിട്ടു. So what is the meaning of the name Manasseh? ഈ മനശ്ശെയുടെ പേരിന്റെ അർത്ഥം എന്താണ്? If you paraphrase it, it is something like this: it's because God has made me forget all my trouble and all my father's household. അതിന്റെ അർത്ഥം എന്താണെന്ന് നാം വിശദീകരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എൻ്റെ സകല കഷ്ടതയെയും എൻ്റെ പ്രതിഭവനത്തെ മറക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി എന്നുള്ളതാണ്. So when the first son was born, Manasseh was born, there took place an inner healing. ആദ്യത്തെ മകൻ ജനിച്ചപ്പോൾ ഇതാ ഒരു ആന്തരിക സൗഖ്യം ജോസഫിനുണ്ടാവുകയാണ്. All the painful memories എല്ലാം were wiped away from his heart by the hands of the Holy Spirit. എല്ലാ വേദന നിറഞ്ഞിട്ടുള്ള ഓർമ്മകളും ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കരത്താൽ തന്റെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റിയിരിക്കുകയാണ്. And he said, "Thank you, Jesus." കൈകൾ ഉയർത്തിയിട്ട് പറയാമോ, നന്ദി യേശുവേ. Because the same thing is happening to you today. കാരണം ഇന്ന് അതേ കാര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിച്ചു Verse കൊണ്ടിരിക്കുകയാണ്. number 52. The second son he named Ephraim and said, "It's because God has made me fruitful in the land of my suffering." 52-ാമത്തെ വചനം, എൻ്റെ യാതനയുടെ ദേശത്ത് ദൈവം എനിക്ക് ഫലസമൃദ്ധി നൽകി എന്ന് പറഞ്ഞ് അദ്ദേഹം 2-ാമത്തെ മകന് എഫ്രൈം എന്ന് പേരിട്ടു. The principle is this: without Manasseh, there is no Ephraim. അതിൻ്റെ തത്വം ഇതാണ്, മനശ്ശെ ഉണ്ടാകാതെ എഫ്രൈം ഉണ്ടാകുന്നില്ല. What is the meaning? എന്താണ് അതിന്റെ അർത്ഥം? Without forgetting your past and troubles, you will not be fruitful in life. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ വേദനകളെ നിങ്ങൾ മറക്കാത്തിടത്തോളം സമയം പുതിയ കാല ജീവിതത്തിന്റെ ഫലസമൃദ്ധി നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. For example, ഉദാഹരണമായി, you went through a lot of struggles when you were studying, when you were in your college, when you were in the university, and you struggled and struggled, and God has blessed you to a level now. ഓർക്കുക, ഉദാഹരണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പഠന കാലഘട്ടത്തിൽ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ വെച്ച് വലിയ പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോയെങ്കിലും ഇപ്പോൾ ഒരു പ്രത്യേക നിലയിലൊക്കെ ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണെന്ന് കരുതുക. Still you cannot enjoy the blessings. എന്നിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ആ നിലയനുസരിച്ചിട്ടുള്ള ആ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. Why? Because the trouble, the past life troubles are still haunting you. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാല ജീവിതത്തിലെ വേദനയുടെ ഓർമ്മകൾ, ചിന്തകൾ ഇപ്പോഴും നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
But if you want to have the full freedom and to enjoy the Lord and His blessings, what you have to do is, first of all, you have to forget all the troubles of your past. ഓർക്കുക, ഇന്ന് ദൈവം നിർത്തിയിരിക്കുന്ന സ്ഥലത്തുള്ള അനുഗ്രഹങ്ങളെയും നന്മകളെയും സന്തോഷത്തെയും അതിൻ്റെ പൂർണ്ണ അളവിൽ നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം പഴയകാല ജീവിതത്തിലുണ്ടായ ആ വേദനയുടെ ആ ചിന്തകളെയും അനുഭവങ്ങളെയും പരിപൂർണമായി മറന്നു കളയുക എന്നുള്ളതാണ്. Remember, without Manasseh, no Ephraim. അതുകൊണ്ട് ഓർക്കുക, മനശ്ശെ ജനിക്കാതെ എഫ്രൈം ജനിക്കില്ല. In other words, if you want to be fruitful in life, you have to de-link yourself from your past. അതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഫലസമൃദ്ധിയുള്ള ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ കഴിഞ്ഞ കാല ജീവിതത്തിലെ വേദനയുടെ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾ വേർപെട്ടിരിക്കണം. Somebody say hallelujah. കൈകൾ ഉയർത്തിക്കൊണ്ടൊരു ഹല്ലേലൂയ. Matthew chapter 1 and verse number 20. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വചനം. But after he had considered this, an angel of the Lord appeared to him in a dream and said, Joseph, son of David, do not be afraid to take Mary home as your wife, because what is conceived in her is from the Holy Spirit. എന്നാൽ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ദാവീദിന്റെ മകനായ യോസഫേ, മറിയയെ നിന്റെ ഭാര്യയായി ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവിൽ നിന്നാണ്. Hallelujah. ഹല്ലേലൂയ. This is about the birth of Jesus. ഇത് യേശുവിന്റെ ജനനത്തെ കുറിച്ചാണ്. Jesus was not born in a royal family, but he was born a king. ഓർക്കുക, യേശു കർത്താവ് ഒരു രാജകീയ കുടുംബത്തിൽ ജനിച്ചവനല്ല, പക്ഷെ രാജാവായിട്ട് ജനിച്ചവനാണ്. Say it again. യേശു ഒരു രാജകീയ കുടുംബത്തിൽ ജനിച്ചവനായിരുന്നില്ല, പക്ഷെ രാജാവായിട്ട് പിറന്നു വീണവനാണ്. David was not born in a royal family. He was not born as a king, but he was made a king by the Lord. ദാവീദ് ഇതുപോലെ തന്നെ ഒരു രാജകീയ കുടുംബത്തിൽ ജനിച്ചവനല്ല, രാജകീയ കുടുംബത്തിൽ ജനിച്ചവനായതുകൊണ്ട് രാജാവായതല്ല, മറിച്ച് ദൈവത്താൽ രാജാവായി മാറ്റപ്പെട്ടവനായിരുന്നു ദാവീദ് എന്നുള്ളത്. When Jesus was born, he was born out of wedlock. യേശു കർത്താവ് ജനിച്ചപ്പോൾ സത്യത്തിൽ വിവാഹ ബന്ധത്തിലൂടെ ജനിച്ചതല്ലായിരുന്നു യേശു കർത്താവ്. The parents, their engagement was over, but they were not married. They had never come together. ഇപ്പോൾ ആ ദമ്പതികൾ, അവന്റെ മാതാപിതാക്കൾ അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു, പക്ഷെ അവർ വിവാഹിതരായിരുന്നില്ല. So even before the wedding day, listen to this. Virgin Mary's stomach was noticeable. ഇപ്പോൾ അവരുടെ വിവാഹ ദിനത്തിന് മുൻപ് കന്യകാമറിയത്തിൻ്റെ വയറ്, ഈ സമയത്ത് ഉദരം വളരെയധികം എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. And if something like that happens in your neighborhood, how would you see that? നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു പെൺകൊച്ചിനാണത് സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ നോക്കിക്കാണുക? Engagement is over, but not pregnant. വിവാഹ നിശ്ചയം കഴിഞ്ഞു, പക്ഷെ ഇപ്പോൾ അവൾ പ്രഗ്നന്റ് ആണ്. It was the talk of the village. ആ ഗ്രാമത്തിലെ ഒരു സംസാര വിഷയമായിരുന്നു. Mary, മറിയ, wedding is fixed. കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെൺകൊച്ച, Baby is coming. പക്ഷെ ഒരു കുഞ്ഞ് ജനിക്കാറാകുന്നു. So when Jesus was born, യേശു കർത്താവ് ജനിച്ചപ്പോൾ, remember, angel Gabriel did not appear to anyone, all people. ഓർക്കുക, ഗബ്രിയേൽ മാലാഖ ആ ഗ്രാമത്തിലെ എല്ലാ ആളുകൾക്കും പ്രത്യക്ഷനായി നടന്നില്ല. He appeared to Mary, and even Joseph was given some instructions. They both knew, but the neighbors never knew. അവൻ മറിയത്തിന് പ്രത്യക്ഷനായി, അതുപോലെ തന്നെ ജോസഫിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ വേണ്ടി പ്രത്യക്ഷനായി. അവർ രണ്ടുപേരും അല്ലാതെ ഈ കുഞ്ഞെങ്ങനെ ജനിച്ചിരിക്കുന്നു എന്നുള്ള കഥ നാട്ടുകാർക്കറിയില്ല. All of them believed that Mary lived a very off-track life. ഒത്തിരി ആളുകൾ വിശ്വസിച്ചു വഴിവിട്ട ജീവിതത്തിലേക്ക് മറിയ പോയിരിക്കുക. When Jesus was born, യേശു കർത്താവ് ജനിച്ചപ്പോൾ all his friends, എല്ലാവന്റെ all കൂട്ടുകാരും, the children, boy around, അവന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ബാലന്മാരും all of them started mocking him.
എല്ലാ ആളുകളും അവനെ നോക്കി കളിയാക്കാൻ തുടങ്ങി. Fatherless child. അപ്പനില്ലാത്ത പുത്രൻ, Illegal child. നിയമപ്രകാരമല്ലാത്ത ജനിച്ച മകൻ. Jesus had a controversial past. യേശു കർത്താവിന് ഇതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു പഴയ കഥയുണ്ട്. Some of you have some shameful past. നിങ്ങൾ ഇതുപോലെ തന്നെ ചില നാണക്കേടിന്റെ ചില പഴയകാല ജീവിതം ഉണ്ടായിരിക്കും. Maybe your father has 2 wives. ഒരു പക്ഷെ നിങ്ങളുടെ പിതാവിന് 2 ഭാര്യമാർ. Your mother has 2 husbands. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് 2 ഭർത്താക്കന്മാർ. There happened some divorce or some bad things in your life. അതുപോലെ വിവാഹമോചനങ്ങൾ, ചില പ്രത്യേക വേദനയുടെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. Jesus also had something like that. യേശു കർത്താവിന് ഇതുപോലുള്ള ചിലതൊക്കെ സംഭവിച്ചു. But he grew up and became the savior of the whole world. ഓർക്കുക, എന്നാൽ അവൻ വളർന്ന് ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായി മാറ്റപ്പെട്ടു. If our Jesus could do that, we can also do that. യേശു കർത്താവിന് അത് ചെയ്യാൻ സാധിച്ചെങ്കിൽ നമുക്കും അത് ചെയ്യാനായി സാധിക്കും. Today the Holy Spirit is cutting all the stay wires from your past life which is holding you back. ഓർക്കുക, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പുറകിലേക്ക് നിങ്ങളെ പിടിച്ചു വലിക്കുന്ന നിങ്ങളുടെ ഭൂതകാല ജീവിതത്തിന്റെ ആ സ്റ്റേ വയറുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I sense the Holy Spirit here. ഇവിടെ പരിശുദ്ധാത്മാവിനെ ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. In this room the Holy Spirit is very much present. ഈ റൂമിനകത്ത് പരിശുദ്ധാത്മാവ് വളരെയധികം നിറഞ്ഞു നിൽക്കുകയാണ്. How many can feel him? നിങ്ങൾ എത്ര പേർക്ക് അത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്? Hallelujah. ഹല്ലേലൂയ. മകൻ്റെ കണ്ണിൻ്റെ ഇടതുവശത്തെ കണ്ണിൻ്റെ കീഴിലും സൈഡിലും നെറ്റിമേലും സാധാരണയിൽ കവിഞ്ഞ വലിപ്പത്തിലുള്ള പാലുണ്ണികളുണ്ടായിരുന്നു. അത് ഏകദേശം 6 പാലുണ്ണിയോളം ഉണ്ടായിരുന്നു. അത് ഓരോ ദിവസം ചെല്ലുന്തോറും അതിൻ്റെ വലിപ്പം ഇത് വലുതാകുകയും അത് പല ഡോക്ടേഴ്സിന് കാണിച്ചു, പലരും ഓയിൻമെൻറ്റ് കൊടുത്തു. അത് ദിവസം ചെല്ലുന്തോറും അത് പഴുത്ത് വരുന്നതല്ലാതെ, അത് വലുതായി വരുന്നതല്ലാതെ മാറുന്നില്ല. അവസാനം ഒരു ഡോക്ടർ പറഞ്ഞു, ഇത് പോകുന്നില്ലെങ്കിൽ നമുക്കതിനെ കരിയിച്ച് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുമ്പോഴായിരുന്നു ഇവൻ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോഴും കൂടെ പഠിക്കുന്നവർക്ക്, ഈ കൂടെ ഇരിക്കുന്ന കുട്ടികൾക്കും അടുത്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ടീച്ചേഴ്സ് കാണുമ്പോഴും മുഖം വല്ലാതെ വികൃതമായിരിക്കുന്നു. അവൻ്റെ 2 കൈകളിലും കാര പോലെ കൂർത്തിട്ട് ഇത് പടരുമുണ്ടായിരുന്നു. ഈ ബ്രദർ പറയുമ്പോൾ ഈ സഹോദരൻ എന്നെ ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു. സാധാരണ ഒരു പാലുണ്ണി പോലെയല്ല. നമുക്ക് സാധാരണ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഇത് പക്ഷേ ചുവന്ന് തൂങ്ങിയിരിക്കുന്ന രീതിയിലായിരുന്നു ഈ മകൻ്റെ മുഖത്തതായിരുന്നത്. ഞാൻ എൻ്റെ ഫോട്ടോ കണ്ടിരുന്നു. പറഞ്ഞു ബ്രദറെ. ഇത് 6 മാസമായി കണ്ടു തുടങ്ങിയിട്ട്. എന്നാൽ കഴിഞ്ഞൊരു 3 ആഴ്ച മുൻപ് ഇദ്ദേഹം നമ്മുടെ ഇവിടുത്തെ ഒരു കോൺഫറൻസിന് വേണ്ടിയിട്ട് വരികയും ഇതിനെ ചൊല്ലി ദേവദാസിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതം എന്നുള്ളത്, അന്ന് വൈകുന്നേരം ഈ മുഖത്തുള്ള സകല പാലുണ്ണികളും അന്ന് കൊഴിഞ്ഞുപോയി എന്നുള്ളതാണ്. അന്ന് വൈകുന്നേരം മുഴുവനും കൊഴിഞ്ഞുപോയി. ആമേൻ, ഹല്ലേലൂയ. ഏറ്റവും അത്ഭുതം എന്നുള്ളത് 2 കൈകളിലും ഈ കാര പോലെ വളരെ കൂർത്തിട്ടുണ്ടായിരുന്നു. വളരെ റഫായിരുന്നു. അത് മുഴുവനും പോയി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് ഇപ്പൊ കൈമുള്ളത്. മുഖത്ത് അത്യാവശ്യം നമുക്ക് കുറച്ച് പാടുകൾ കാണുന്നു എന്നല്ലാതെ സകലതും മുഖത്ത് നിന്ന് ഉണങ്ങിയ പാടുകൾ മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ഒന്നും തള്ളി നിൽക്കുന്നില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ ഇളയ കുഞ്ഞിന് ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ അവൻ്റെ തല സാധാരണയിൽ കവിഞ്ഞ ഒരു വലിപ്പത്തിലായിരുന്നു. അതിൻ്റെ ഭാരം കുറച്ച് വലുതായതുകൊണ്ട് അതിൻ്റെ ഭാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അരയ്ക്ക് കീഴെ വെച്ചിട്ട് അവനൊരു തളർച്ച പോലെ ഉണ്ടായിരുന്നു. 7 മാസമായിട്ടും ഈ കുഞ്ഞ് കമിഴ്ന്ന് വീഴുന്നില്ല. ഇത് ഈ കുടുംബത്തെ വല്ലാതെ ഭാരപ്പെടുത്തി, വല്ലാതെ വേദനയിൽ ഇരിക്കുമ്പോഴായിരുന്നു ആ ഏരിയയിലുള്ള സോണൽ മിനിസ്ട്രി വിവരം ദേവദാസിനെ അറിയിക്കുകയും ഉടനെ ദേവദാസിനെ ഇവരെ ചർച്ചിലേക്ക് വിളിപ്പിച്ച് കൈവച്ചു പ്രാർത്ഥിച്ചു. ഡോക്ടേഴ്സിനെ കാണിച്ചു, പല ഹോസ്പിറ്റലിൽ മാറി മാറി കാണിച്ചു. കുഞ്ഞിൻ്റെ തലയുടെ സ്കാൻ എടുത്തു. അപ്പോഴൊക്കെയും ഒരു അബ്നോർമലായിട്ടുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ വല്ലാത്തൊരു ഭാരത്തിൽ വളരെ വിങ്ങുന്നൊരവസ്ഥയിലായിരുന്നു ദേവദാസൻ കൈവച്ച് പ്രാർത്ഥിച്ചു. സഹോദരൻ പറയുന്നത്, പിറ്റേ ആഴ്ചയിൽ എൻ്റെ കുഞ്ഞ് കമിഴ്ന്ന് വീണു. അവൻ്റെ തലയുടെ വലിപ്പം സാധാരണയിൽ നിന്നും കവിഞ്ഞ് വളരെ ചെറുതായി നോർമൽ പൊസിഷനിലേക്ക് വന്നു. ഒരു കുഞ്ഞിനെ എടുത്താൽ അവൻ്റെ അരയ്ക്ക് കീഴെ വെച്ച് അവൻ വളരെ ശോഷിച്ചും അതുപോലെ തന്നെ ഈ ബലമില്ലാതെ തളർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ കുഞ്ഞ് വളരെ ആരോഗ്യമായിട്ടുള്ള കുഞ്ഞായിട്ടിരിക്കുന്നു. യേശു കർത്താവ് സൗഖ്യമാക്കി.
എന്ത് സുന്ദരനായിട്ടാണ് ഇരിക്കുന്നത് നോക്കി. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവം കൊടുത്ത നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ദൈവം കൊടുത്ത സൗഖ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഈ തലമുറ കർത്താവ് ഈ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ അത്ഭുതകരവരെ തൊട്ടെങ്കിൽ ഞങ്ങൾ അറിയുന്നു ഇവർ വളർന്നു വരുമ്പോൾ ദൈവരാജ്യത്തിൽ ഏറ്റവും അതിശക്തന്മാരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം മെയ് 27 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കൊല്ലം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കൈനീട്ടി രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ശരീരത്തിലെ മാരകമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് ചില രോഗങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, എന്ത് രോഗമാണെന്ന് കണ്ടെത്താൻ കഴിയാത്ത അങ്ങനെയുള്ള ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ശരീരത്തിൽ സ്കിന്നിലുള്ള ചില വളരെ സീരിയസ് ആയിട്ടുള്ള ചില സൊറൈസിസ് പോലെ ഉള്ള എക്സിമോ പോലെയുള്ള രോഗങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇന്ന് കുടലിനകത്തുള്ള ചില കുരുക്കളും വ്രണങ്ങളും പൂർണ്ണമായും സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കർത്താവ് എത്രയും വേഗം മക്കളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിനുള്ള പ്രയാസങ്ങൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ദൈവിക വിടുതൽ കർത്താവെ ഓരോ വ്യക്തികളിലും അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. കർത്താവെ, നീ അങ്ങനെ ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അത്ഭുതകരമായ വിടുതലുകൾ പകർന്നുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി. സാമ്പത്തിക വിഷയങ്ങൾ, കുടുംബത്തിൻ്റെ വിഷയങ്ങൾ എല്ലാം കർത്താവ് കൈകാര്യം ചെയ്യുന്നതിനാൽ നന്ദി. ജോലി വേണ്ടവർക്ക് അത് കൊടുക്കണം, വിവാഹം നടക്കേണ്ടവർക്ക് അത് കൊടുക്കണം, ഭവനം പണിയേണ്ടവർക്ക് അത് കൊടുക്കണമേ, വീസയുടെ കാര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്ന് കൊല്ലത്ത് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായിട്ടും വരണം, ദൂരെയാണെങ്കിൽ പോലും വരണം. മാത്രമല്ല, ഈ ഞായറാഴ്ച ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി, ഏത് സ്റ്റാൻഡേർഡ് ആയിരുന്നാലും, ഏത് കോഴ്സ് ആയിരുന്നാലും, കോളേജ് ആയിരുന്നാലും, യൂണിവേഴ്സിറ്റി ആയിരുന്നാലും, അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രെയറാണ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്കും വിദ്യാർത്ഥികളെ വെൽക്കം ചെയ്യുന്നു. മാതാപിതാക്കളോടൊപ്പം നിങ്ങൾ വരിക. ഈ സ്പെഷ്യൽ പ്രെയറിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് പുതിയ അധ്യയന വർഷത്തിലേക്ക് പോകാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളും CD-കളും ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം, ആമസോണിലൂടെ കരസ്ഥമാക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ഓൺ മൺഡേ. ബൈ.